ശ്രീ സജീവൻ, അതായത് ഈ വാർത്താ സമ്മേളനം താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, നന്നായി ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മുഖ്യ ശത്രുവായി പ്രഖ്യാപിച്ചു തന്നെയാണ് അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയത്. അത് ക്രമേണ മുഖ്യമന്ത്രിയിലേക്ക് വരുന്നു. അത് കുറേ കൂടി കടുപ്പിച്ച് ഏതാണ്ട് വാർത്താ സമ്മേളനം അവസാനിക്കുമ്പോഴത്തേക്ക് മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണം എന്ന നിലയിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഗ്രാഫ് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, തുടർഭരണം എന്ന ചരിത്രപരമായ നേട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ റോള്, അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിപ്രഭാവം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി വോട്ട് കിട്ടിയത്, ആ നിലയിലൊക്കെ പറഞ്ഞു വന്ന, അല്ലെങ്കിൽ ആ ഒരു പശ്ചാത്തലമൊക്കെ അനുസ്മരിപ്പിച്ചിട്ട് ഇപ്പോൾ ഇതാണ് അവസ്ഥ എന്ന് പറയുന്ന നിലയിൽ, അപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറിയിൽ തുടങ്ങി ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയെ തന്നെ ഏറ്റവും അധികം ആക്രമിക്കുന്ന നിലയിലേക്കാണ് വാർത്താ സമ്മേളനം ഇന്നാകെ അവസാനിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നു, ഈ വാർത്താ സമ്മേളനങ്ങൾ നടത്തിയതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ എതിർപ്പുകളും അതൃപ്തിയും പ്രശ്നങ്ങളൊക്കെ നിൽക്കട്ടെ, വാർത്താ സമ്മേളനങ്ങൾ വരുന്നു, പരാതി വരുന്നതിന് മുമ്പ് തന്നെ കോട്ടയത്ത് വെച്ച് മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിക്കുന്നു. ആ ഘട്ടമൊക്കെ അദ്ദേഹം അഡ്മിറ്റ് ചെയ്ത് തന്നെ സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പ്രാഥമിക അന്വേഷണം നടക്കുന്നു, അപ്പോഴും അതിന് സമയക്രമം വെക്കുന്നു. 1 മാസത്തിനുള്ളിൽ പോലീസ് മേധാവിയുടെ അന്വേഷണം വരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുന്നു. ആ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ അത് 6 മാസത്തെ സമയവും നിശ്ചയിക്കുന്നു. അനന്തമായി നീട്ടിക്കൊണ്ടുപോകാൻ നമുക്കറിയാം, വിജിലൻസ് അന്വേഷണമൊക്കെ കാലാകാലങ്ങളായി തീരാത്ത എത്രയോ വിജിലൻസ് അന്വേഷണങ്ങൾ ഈ കേരളത്തിൻ്റെ അനുഭവത്തിലുണ്ട്. ഇവിടെ 6 മാസത്തെ സമയം കൊടുത്ത് ഗൗരവപ്പെട്ട ഈ വിഷയങ്ങൾ പലതും അന്വേഷിക്കാൻ പറയും. പക്ഷേ അതിനെയാണ് പരാതിക്കാരനായ അൻവർ തള്ളിപ്പറയുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ സ്വീകാര്യമാകും വിധത്തിൽ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തിന് പറയാനായിട്ടുണ്ടോ? മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് അൻവർ ഈ ഒരു മാറ്റം, അതിലൂടെ അൻവർ ലക്ഷ്യം വെക്കുന്നത് എന്താകാം, കരുതുന്നത് എന്താവാം? ശരത്ത്, നമ്മള് അൻവറിന്റെ ഇന്നത്തെ മാധ്യമ സമ്മേളനം ഞാൻ താങ്കൾ പറഞ്ഞ പോലെ വളരെ വിശദമായിട്ട് ശ്രദ്ധിച്ചു എന്ന് മാത്രമല്ല, ഞാൻ ആ സമയത്ത് അൻവറിന്റെ നേരത്തെയുള്ള ആരോപണങ്ങളും മറ്റ് പ്രശ്നങ്ങളും ഒക്കെ നോട്ട് ചെയ്ത് അതിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള കാര്യം നോക്കുകയായിരുന്നു. അൻവർ ഇന്നത്തെ മാധ്യമ സമ്മേളനത്തിലൂടെ നടത്തിയിട്ടുള്ളത്, അതിന്റെ റിസൾട്ട് എന്ന് ശരിക്കും പറഞ്ഞു നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുമ്പോൾ, അദ്ദേഹം താൻ പറഞ്ഞ ഓരോ സംഭവത്തെയും അതിനെ ലംഘിക്കും. നമ്മളെപ്പോഴും നമുക്കൊരു ക്രെഡിബിലിറ്റി വേണം, നമ്മൾക്കൊരു കൺസിസ്റ്റൻസി വേണം. അതൊന്നും ഇല്ലാത്ത രൂപത്തിലാണ് അൻവറിന്റെ ഇന്നത്തെ മാധ്യമ സമ്മേളനം ഉണ്ടായിരുന്നത്. അദ്ദേഹം ഞാൻ ഒരു കാര്യം പറയും, അതില് നമ്മൾ പൂരം കലക്കിയ പ്രശ്നത്തെ കുറിച്ച് അൻവർ തന്നെ പിന്നീട് പറഞ്ഞത്, അതിനെക്കുറിച്ച് പറയാൻ പോകുമ്പോഴേക്കും VD സതീശനെ ചാടിപ്പിടിച്ച് പറഞ്ഞു ഇത് അട്ടിമറിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതായത് VD സതീശനും ADGP അജിത് കുമാറും ഒക്കെ ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു അട്ടിമറിക്കൽ നടപടിയെ കുറിച്ച് ഞാൻ പറയാൻ പോകുമ്പോഴേക്കും അത് LDFന്റെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ തലയിലേക്ക് ഇടുന്ന രൂപത്തിൽ ആണ് സതീശ് അത് അട്ടിമറിച്ചതെന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന് അദ്ദേഹം പറഞ്ഞത് എന്താണ്? പൂരം കലക്കിയതിന്റെ ഉത്തരവാദി, വളരെ കൃത്യമായിട്ട് അതിന്റെ പേര് പറഞ്ഞില്ലെങ്കിൽ പോലും അതിന്റെ ലാഭം കിട്ടുന്ന ഒരാൾ, അല്ലെങ്കിൽ അതിന്റെ ഗുണഫലം കിട്ടുന്ന ആൾ മുഖ്യമന്ത്രിയാണ് എന്ന രൂപത്തിലേ പറഞ്ഞു. അപ്പൊ കഴിഞ്ഞ 3-4 ദിവസം മുമ്പേ പറഞ്ഞ കാര്യം എന്തുകൊണ്ടാണ് അൻവർ ഇപ്പൊ മാറ്റി പറഞ്ഞത്? നമുക്കൊരു പരാതി ഉണ്ടാവാം, ഒരു സംഭവത്തെ കുറിച്ചുള്ള അഭിപ്രായം ഉണ്ടാകാം, അതിനെക്കുറിച്ചുള്ള ചില വിമർശനങ്ങൾ ഉണ്ടാകാം, അത് വെച്ച് പറയണമല്ലോ. അൻവർ പറഞ്ഞിട്ടുള്ള ആദ്യം VD സതീശനാണ് പൂരം കലക്കാൻ വേണ്ടിയിട്ട് ADGPയോടൊപ്പം നിന്ന് കളിച്ചതെന്ന് പറഞ്ഞ VD സതീശൻ, അതായത് BJPയും കോൺഗ്രസും തമ്മിലുള്ള ഒരു ഒത്തുകളിയായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ മാറുന്നു. ഇനി വേറെ തരത്തിൽ പറഞ്ഞാൽ പോലും ഈ അദ്ദേഹം മുഖ്യമന്ത്രിയെ കുറിച്ച് ഇത്രയും ദിവസം പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്റെ പിതൃതുല്യനാണെന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ അദ്ദേഹം പറയുന്നത് പൂർണ്ണമായിട്ട്, ഞാൻ നേരത്തെ തന്നെ മുഖ്യമന്ത്രിയോട് പറഞ്ഞു, നിങ്ങൾ ജ്വലിച്ചുകൊണ്ടിരുന്ന സൂര്യനിൽ നിന്നും പൂർണ്ണമായിട്ടും കരിക്കട്ടയായി പോയി, കരിഞ്ഞുപോയി എന്ന് പറഞ്ഞു. ഇത് ഞാൻ നേരത്തെ പറഞ്ഞത്. പിന്നെ ഈ സംഭവം കരിയാൻ ഉള്ള കാരണം വെച്ചുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും മുഖ്യമന്ത്രിക്ക് അനുകൂലമായിട്ടാണ് അദ്ദേഹം പറഞ്ഞ് ഇതൊന്നും ഈ മുഖ്യമന്ത്രിയുടെ മുമ്പിലേക്ക് എത്തിക്കുന്നില്ല എന്നായിരുന്നു. പക്ഷെ ഇപ്പൊ പറയുന്നത് തിരിച്ചാണ്. ഇതിനൊക്കെ ഓരോ കാരണങ്ങളുമുണ്ട്. ശശിയെ കുറിച്ച് അങ്ങനെ പറഞ്ഞിരുന്നത്, ശശിയെ കുറിച്ച് ആദ്യം അദ്ദേഹം പറഞ്ഞെന്താണ്, ഈ സുജിത് ദാസിനെതിരെയും അജിത് കുമാറിനെതിരെയൊക്കെയുള്ള പരാതി ശശിയോട് പറഞ്ഞപ്പോൾ ശശി അത് വേണ്ട വിധം ഗൗനിച്ചില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പൊ ഇന്ന് അദ്ദേഹം പറഞ്ഞത് കാട്ടുകള്ളനാണ് ശശി എന്നാണ്. അങ്ങനെയാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്തിൽ ശശിക്ക് പങ്കുണ്ട് എന്നാണ്. മുഖ്യമന്ത്രിക്ക് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് നിങ്ങളാണ് പറയേണ്ടതെന്ന് മാധ്യമപ്രവർത്തകരോട്. അപ്പൊ ആദ്യം ഒരു കൃത്യമായ ഒരു പരാതിയാണെങ്കിലും ഒരു ആരോപണമാണെങ്കിലും അതിൽ പിൻ പോയിന്റ് ചെയ്ത് നിൽക്കണം. അത് ഈ അൻവറിന്റെ തുടക്കം മുതലുള്ള ആരോപണങ്ങൾ അദ്ദേഹം ഓരോ ആളും തനിക്കെതിരെ ആരെങ്കിലും പറയുന്നുണ്ട് അപ്പോഴേ കടന്നു പിടിക്കും. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്കെതിരെ ഇത് പറഞ്ഞതെന്നുള്ളത് വളരെ വ്യക്തമാണല്ലോ. കാരണം മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം അൻവർ പറഞ്ഞതൊന്നും
വിശ്വസനീയമല്ല എന്ന് തള്ളി പറഞ്ഞു. ശശി തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ഉടൻ അദ്ദേഹത്തിന്റെ ആരോപണം മുഖ്യമന്ത്രിയിലേക്ക് പോകുന്നു. മുഖ്യമന്ത്രിയിലേക്ക് തുടക്കത്തിലെ അൻവർ പോവുകയാണെങ്കിൽ ആ മുഖ്യമന്ത്രിക്കെതിരെ പറയുകയാണെങ്കിൽ ഞാൻ പറയാം അദ്ദേഹത്തിന്റെ ആരോപണം ശരിയാണെന്നോ അല്ലെങ്കിൽ അത് അന്വേഷിക്കേണ്ടതാണെന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ അതല്ല, ആദ്യം പറഞ്ഞ സുഹിദാസിൽ പറഞ്ഞു, പിന്നീട് അജിത് കുമാറിലേക്ക് വന്നു, അത് കഴിഞ്ഞ് ശശിയിലേക്ക് വന്നു, അങ്ങനെ അതിനിടയിൽ വി ഡി സതീശനിലേക്ക് വന്നു. ഇങ്ങനെയൊക്കെ ഓരോന്നും പോയിട്ട് ഇപ്പൊ കൃത്യമായിട്ടും മുഖ്യമന്ത്രിയിലേക്ക് വരുമ്പോൾ അത് മുഖ്യമന്ത്രിയൊക്കെ എതിരെ പറയുന്നത് മുഖ്യമന്ത്രി പറഞ്ഞു. ഗോവിന്ദ മാഷക്കെതിരെ പറയുന്നപ്പോൾ എന്താണ്, ഗോവിന്ദ മാഷെ കുറിച്ച് വളരെ മോശമായി പറഞ്ഞല്ലോ. അതെന്തുകൊണ്ടാണ്? ഗോവിന്ദ മാഷയുടെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ഒരു പ്രസ്താവന വരുന്നു, അന്വേഷണമില്ല, ശശിക്കെതിരെ അന്വേഷണമില്ല എന്ന് പറയുന്നതോട് കൂടിയിട്ട് അവിടെ അഭിമിതൻ അല്ലാതാവുന്നു. ഇങ്ങനെ ഓരോ തരത്തിലും താൻ ആദ്യം പറഞ്ഞ കാര്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പോകുന്നു എന്നുള്ളതാണ് അൻവറിന്റെ. നമ്മൾ പറയുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കാതെ വേറൊന്നിലേക്ക് ചാടുന്നു. അങ്ങനെ ചാടി പോകുമ്പോൾ സ്വാഭാവികമായിട്ട് തെളിവുകളുടെ അഭാവം വരും. ഇവിടെ നേരത്തെ റജിയൊക്കെ പറഞ്ഞ പോലെ ഈ സ്വർണം ഉരുക്കിയ സംഭവം അദ്ദേഹം കൊണ്ടുവരുന്ന ഒരു വീഡിയോ ആണ്. ആ വീഡിയോ വേണമെങ്കിൽ നമുക്കറിയാം അത് ശരിയായിരിക്കും, പക്ഷെ അവരൊക്കെ ആത്മാർത്ഥമായിട്ട് പറയുന്നതായിരിക്കും എന്നും എനിക്കറിയാം. പക്ഷെ വേണമെങ്കിൽ നമുക്കൊക്കെ പറയാമല്ലോ ഒരു ഡ്രാമ സൃഷ്ടിച്ചിട്ട് അത് ഷൂട്ട് ചെയ്താന്നുള്ള കാര്യം. ഒരു ചെറിയ ചിത്രീകരണം നടത്തി കൊണ്ടുവന്നതാണ് എന്ന് പറയാം. ഞങ്ങൾ 5 കിലോ കൊണ്ടുവന്നിരുന്നു, അതിൽ പിന്നീട് തൂക്കിയപ്പോൾ 4 കിലോ ആയിരുന്നോ? ആ കണക്കല്ല, അവർ അതിനേക്കാൾ കുറവാണ്, 1 കിലോയിലേക്ക് താഴെയാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെ പറയിക്കാൻ എളുപ്പമാണ്. പക്ഷെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത് പോരാ, എവിഡൻസ് വേണം. പോലീസിന് ഇപ്പൊ എവിഡൻസ് ഇല്ലാതെ ഒരു കാര്യം എടുത്താൽ പോലും കോടതിയിൽ പോയാൽ ഇത് നിലനിൽക്കില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ വേണ്ടിയിരുന്നു. സത്യത്തിൽ എനിക്ക് തോന്നി അൻവർ പറഞ്ഞു തുടങ്ങിയപ്പോ ആദ്യം പറഞ്ഞൊരു കാര്യത്തിൽ ഞാൻ ഇനി നീതിപീഠത്തിലാണ് വിശ്വസിക്കുന്നത്, കോടതിയെ സമീപിക്കാനാണ് പോകുന്നത്. അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ കോടതിയിൽ കൊടുത്തിട്ട് കോടതി അതൊക്കെ പരിശോധിച്ചിട്ട് ആരൊക്കെയാണ് തെറ്റുകാരെന്നുള്ള കണ്ടെത്തിയിട്ട് ശിക്ഷിക്കുകയോ അല്ലെങ്കിൽ രക്ഷിക്കുകയോ ചെയ്യട്ടെ. അതിന് പകരം അദ്ദേഹം ഓരോന്നായിട്ട് പറയുന്നു. അങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, അതും ആദ്യം പറയുന്നതിനോട് കോൺട്രഡിക്ഷൻ ആയിട്ട്, താൻ നേരത്തെ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് വീണ്ടും പറയുക, അതിന് വിരുദ്ധമായിട്ട് വീണ്ടും പറയുക ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരാളുടെ ക്രെഡിബിലിറ്റി ഇല്ലാതെ നഷ്ടപ്പെട്ടു പോകും. അൻവറിന്റെ ഇന്നത്തെ സംസാരം കേട്ടപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞതെന്നുള്ള നിലയ്ക്കല്ല, അദ്ദേഹം ആദ്യം പറഞ്ഞതിന്റെ വിരുദ്ധമാണല്ലോ തോന്നിയിട്ട് എനിക്ക് അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റിയുടെ വിശ്വാസക്കുറവ് ഉണ്ട്. ശരി.